പിന്നെ തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാവണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ വരും പൂരങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിന് ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ജില്ലാ ഭരണകൂടവും ചെയ്യണം, ദേവസ്വങ്ങളും ചെയ്യണം, മറ്റുള്ള ഘടകപൂരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരും പൂരങ്ങൾ നമുക്ക് വെടിക്കെട്ട് ആനയെഴുന്നള്ളിപ്പും ഭംഗിയായിട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതെ, ഒരു സ്ഥലത്തും ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇരു ദേവസ്വങ്ങളുടെ 7 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് സുഖകരമായിട്ട് നടത്താൻ സാധിച്ചു. മാത്രമല്ല ജനങ്ങൾക്ക് ഇത് മുഴുവൻ കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ല, വെടിക്കെട്ട് വൈകാൻ എന്താ നമുക്കറിയാലോ, ചെറിയ 1-2 പ്രശ്നങ്ങൾ. ഇക്കൊല്ലം പൂരത്തിൽ നമ്മൾ നേരത്തെ പേടിച്ച പോലെ തന്നെ ഈ ലേസർ ആനകളുടെ കണ്ണിലേക്ക് അടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആന തിരുവമ്പാടി വിഭാഗത്തിലെ ആന ഒന്ന് പേടിക്കുക ചെയ്തത്. ആന അക്രമങ്ങളൊന്നും ചെയ്തിട്ട് ആരെ ആക്രമിച്ചിട്ടുമില്ല. നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പേടിച്ച ഉടനെ ബാരിക്കേഡ് വേണ്ട അത് തൊടാണ്ട് വേറെ സൈഡിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കണ്ണിലേക്ക്, ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിക്കുന്നത്. അപ്പോൾ ഈ ലേസർ അടിച്ച് ഈ ആനയുടെ ഇഷ്യൂ ഉണ്ടായ കാരണം ആണ് ഇത് ചെറുതായിട്ടൊന്ന് വൈകാൻ. നമുക്കറിയാം, ഇതുപോലൊരു പൂരത്തിലൊരു ആന ശരിക്കും ഓടി പ്രശ്നമുണ്ടാക്കണമെങ്കിൽ 100 കണക്കിന് ആൾക്കാരുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുമായിരുന്നു. ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിസാര പരിക്കുകൾ മാത്രമായത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ചിട്ടയോടുകൂടി തന്നെയാണ് ഇതൊക്കെ നടന്നത്. തീർച്ചയായിട്ടും ലേസർ ആക്രമണം തന്നെയാണ് നടത്തിയത്. അത് നമുക്ക് നേരത്തെ തന്നെ ഈ രാത്രി നമ്മുടെ ഈ കുടമാറ്റ സമയത്ത് തന്നെ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ രാത്രി എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് കണ്ടമാനം ലേസർ പല സ്ഥലങ്ങളിൽ നിന്നും ചുവപ്പും പച്ചയും. അതിപ്പോൾ ഞങ്ങൾ പല റീൽസും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ കോടതിയെ പോലും ഞങ്ങളത് ധരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉണ്ടായിരുന്നു. ഈ ലേസർ വിൽപ്പന നിരോധിക്കണം. പിന്നെ ആരുപയോഗിക്കണം ഉണ്ടായാലും അവരുടെ പേരിൽ കർശന നടപടികൾ ജില്ലാ ഭരണകൂടം എടുക്കണം. നമ്മുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തവണ ഡ്രോൺസ് 10-15 ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇവിടെയെന്ന് മാത്രമല്ല, എവിടെയൊക്കെ രാത്രി ആന എഴുന്നള്ളിപ്പുണ്ടോ അവിടെ ലേസറുകൾ നിരോധിക്കുകയും വേണം. അത് ആരെങ്കിലും ഉപയോഗിക്കേണ്ടെങ്കിൽ അത് ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ അപ്പം തന്നെ പിടിച്ച് അകത്തിടുന്നത്. അതാവണല്ലോ. അല്ലാണ്ട് ആനയുടെ കണ്ണിലേക്ക് എന്താ ലേസർ അടിക്കേണ്ട ആവശ്യമുള്ളത്? നിരന്തരം പോലീസ് അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു, ലേസർ അടിക്കരുത്. എന്നാൽ പോലും ഈ ലേസർ ആനകളുടെ കണ്ണിലേക്കും മനുഷ്യൻ്റെ കണ്ണിലേക്കും അടിച്ചിരുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്നാൽ ഈ പൂരം നിർത്തിവെക്കാനുള്ള ലോബികൾ വളരെ സജീവമാണ്. ഇത് കഴിഞ്ഞ അന്ന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ എനിക്ക് എൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ഈ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ, അങ്ങനെ പല ആൾക്കാരും ഇത് കംപ്ലയിൻസ് ആയിട്ട് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിനെ ഏറ്റെടുത്ത് സുപ്രീം കോടതിയിൽ വരെ പോകാൻ നമുക്കറിയാം. ഒരു ജോലിയും തൊഴിലില്ലാത്ത ആൾക്കാർ 20-15 ലക്ഷം രൂപ കൊടുത്ത് വക്കീൽമാരെ വെച്ചിട്ടാണ് ഇത് മുഴുവൻ വാദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ആന എഴുന്നള്ളിപ്പിനെ തടയുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.